നമസ്കാരം. നെളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ മേഖലകളിലും സമഗ്ര വികസനമാണ് LDF സർക്കാർ കൊണ്ടുവന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി GR അനിൽ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2007 ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് ലോട്ടറിയുടെ ഒന്നാം സമ്മാന തുകയായ 2 കോടി രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതമായ 1 കോടി രൂപയും ചേർത്ത് 3 കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. വാടാനംകുരിശിയിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം നാടിന് തുറന്നു കൊടുത്തു. മന്ത്രി GR അനിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ GR അനിൽ സൂചിപ്പിച്ചു. എല്ലാ മേഖലകളിലും കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇടതു സർക്കാർ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് 5 വർഷക്കാലം നാടിൻ്റെ ജനതയുടെ വികസന സ്വപ്നങ്ങൾ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കിയ അഭിമാനബോധത്തിലാണ്. തൊട്ടപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൻ്റെ സംവിധാനങ്ങൾ കാണാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യ ശേഖരണത്തിനും അതിൻ്റെ സംസ്കരണത്തിനും വിശേഷിച്ചും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാതൃകയാർന്ന പ്രവർത്തനം ഇന്നിപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതുപോലെ നിരവധിയായിട്ടുള്ള വികസനം ഇവിടെ MLA സൂചിപ്പിച്ചല്ലോ. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി എത്രയോ വിദ്യാലയങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. റോഡുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഞാനിന്ന് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗത്തൂടെയും നിരന്തര യാത്ര ചെയ്ത ഒരാളാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റോഡുകൾ, ഇന്ന് കേരളം കാണുന്ന ഈ മനോഹരമായ റോഡുകളെല്ലാം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PI ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, സ്ഥിരസമിതി അധ്യക്ഷയായ KT പുഷ്പലത, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V സൈതലവി, V പ്രസന്ന, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG വിജയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനം തകർന്ന നിലയിൽ കണ്ടെത്തി. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിനും മംഗലം സെന്ററിനുമിടയിലായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനമാണ് പൂർണ്ണമായും തകർന്നത്. അജ്ഞാത വാഹനമിടിച്ചാണ് ക്യാമറ സംവിധാനം തകർന്നു വീണതെന്നാണ് പ്രാഥമിക നിഗമനം. അർദ്ധരാത്രിയിൽ ഈ വഴി കടന്നുപോയ യാത്രക്കാർ യാതൊരു തകർച്ചയുമില്ലാതെ ക്യാമറ സ്ഥിതി ചെയ്യുന്നത് കണ്ടിരുന്നു. തുടർന്ന് കാലത്താണ് ക്യാമറയും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം തകർന്ന നിലയിൽ കാണുന്നത്. മുൻ MLA VT ബൽറാമിന്റെ കാലത്താണ് തൃത്താല ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. 2 പോലീസ് സ്റ്റേഷനുകളിലും ഈ നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ കാണാനും പരിശോധിക്കാനും സാധിക്കുന്ന തരത്തിലായിരുന്നു ഇവ സ്ഥാപിച്ചത്. വെള്ളിയാങ്കല്ല് പാർക്കിന് സമീപത്തെ പുഴയുടെ തീരങ്ങളും പുൽക്കാടുകളും കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ വിരുദ്ധശല്യം തടയുക, വെള്ളിയാങ്കല്ല് കൊടുക്കുന്ന റോഡ് നിരീക്ഷിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം സ്ഥാപിച്ചത്. നിലവിൽ ഇവ തകർന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. സാമൂഹ്യ വിരുദ്ധ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചിരുന്ന ക്യാമറ സംവിധാനം തകർന്നതോടെ എത്രയും വേഗം പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ചോറ് കഴിക്കാൻ തന്നെ 12:30 പോണേ, തിരിച്ചു വരുമ്പോൾ 1 മണിയാണ്. ഞങ്ങൾ റിട്ടേൺ പോകുമ്പോൾ 1 മണിയാണ്. അപ്പോൾ തിരിച്ചില്ല. പിന്നെ ഞങ്ങൾ പുലർച്ചെ അവിടെ 4 മണിക്ക് ചാടിക്കാൻ വരുമ്പോൾ തിരിച്ച് കിടക്കാൻ അപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. വണ്ടി അങ്ങനെ ഇട്ട് പോയി വരും. വലിയ വണ്ടി അങ്ങനെ സാധ്യത. മേഴത്തൂർ സെന്ററിന് സമീപം കാറും സ്പോർട്സ് ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തൃത്താല റോഡിലെ കല്യാണ മണ്ഡപത്തിന് സമീപം ശനിയാഴ്ച 12:30യോടെയായിരുന്നു അപകടം. തൃത്താല ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വരികയായിരുന്ന സ്പോർട്സ് ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പെരുമ്പിലാവ് സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനാണ് പരിക്കേറ്റത്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോഷണം, ലഹരിക്കടത്ത്, അടിപിടി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി മാറഞ്ചേരി സ്വദേശി മുഖത്തേയിൽ വീട്ടിൽ റഫീഖ് എന്ന ഷെഫീഖിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്.
ചങ്ങരംകുളം, പൊന്നാനി, വളാഞ്ചേരി, തിരൂർ, തേത്തിപ്പലം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ ഉള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. തിരൂർ ഡിവൈഎസ്പി AJ ജോൺസൺ, തിരൂർ SHO മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥരായ VP അനീഷ്, ഷിനോയ്, പ്രദീപ് എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ, ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കോട് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂറ്റനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരിക്കേറ്റു. വീട്ടിലെ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇടിമിന്നലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ തൃത്താല മേഖലയിൽ അതിശക്തമായ ഇടിമിന്നലും മഴയുമാണ് അനുഭവപ്പെട്ടത്. ഇതിനിടെ 8:30യോടെ കൂറ്റനാട് അരികോ ടൗണിന് സമീപം താമസിക്കുന്ന മേനോത്തുഞ്ഞാലിൽ 37 വയസ്സുള്ള അശ്വതിക്കാണ് ഇടിമിന്നലേറ്റത്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെ പുസ്തകമെടുക്കാൻ മുറിക്കകത്തേക്ക് കടക്കുന്നതിനിടെയായിരുന്നു അതിശക്തമായ മിന്നലേറ്റത്. ശക്തമായ ചൂടിൽ കൈക്കാണ് പൊള്ളലേറ്റത്. അല്പസമയം ചലനശേഷി നഷ്ടമായവരെ ഉടൻ തന്നെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സമയത്ത് അശ്വതിയും സഹോദരിയും അനിയനും 3 മക്കളും തളർന്നു കിടക്കുന്ന അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളെല്ലാം തലനാഴിരയ്ക്കാണ് ഇടിമിന്നലിൽ നിന്നും രക്ഷപ്പെട്ടത്. വീട്ടിലെ വയറിങ്ങുകളും സ്വിച്ച് ബോർഡുകളുമെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. വീടിന്റെ അടുക്കള ഭാഗത്ത് കെട്ടിയിരുന്ന താർപ്പായയ്ക്ക് മിന്നലിൽ തീപിടിച്ചു. വീട്ടിലേക്ക് തീ പടരുന്നതിന് മുൻപ് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിലെ തീയണയ്ക്കാൻ സാധിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. കൂടാതെ പുറത്തേക്കിണറിലെ മോട്ടോറിന്റെ വയറുകളും കത്തിയമർന്നു. അടുക്കള ഭാഗത്ത് വെച്ചിരുന്ന 4 ചൂലുകളും ഇടിമിന്നലേറ്റ് കരിഞ്ഞു. വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനാവാത്തതിനാൽ ഏതൊക്കെ ഗൃഹോപകരണങ്ങളാണ് നശിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിലും ആശ്വാസത്തിലുമാണ് അശ്വതിയും വീട്ടുകാരും. പ്രദേശത്തെ നിരവധി വീടുകളിൽ ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കണ നേരത്ത് എല്ലാരും കട്ടിലുമ കയറ്റി ഇരുത്തി പഠിപ്പിച്ചോണ്ടിരിക്കണ നേരത്ത് പറഞ്ഞു ബുക്ക് എടുക്കട്ടെ വെച്ചിട്ട് അകത്തേക്ക് പോയതാ. ബാഗൊക്കെ എടുത്തിങ്ങോട്ട് വേനത്ത് പെട്ടെന്ന് ഒരു മിന്നല് വരുന്ന മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കിടന്ന് വിറക്കിണ്ടാകെ. പിന്നെ പെട്ടെന്ന് എന്റെ മേലിനാട് വിട്ടുപോയപ്പോ ഞാൻ ചേറി. എല്ലാരും എന്റെ അടുത്തേക്ക് വരട്ടെ വെച്ചിട്ട് ഞാൻ ചേറി. അപ്പൊ ആദ്യം ശബ്ദം കേൾക്കാനില്ല. അപ്പൊ പിന്നെ ഞാൻ ഒന്നും കൂടി ചേറി ഉറക്കെ. എനിക്ക് നനങ്ങാനും വയ്യ, ആകെ എടുത്ത് അരിച്ചു കയറി. അപ്പൊ വരട്ടെ നോക്കുമ്പോ അവര് ആരെയും കാണാനും ഇല്ല കുട്ടികൾ. അപ്പൊ എന്റെ വിചാരം കുട്ടികൾക്ക് എന്തോ പറ്റിച്ചിട്ട് ഞാൻ വേഗം ഓടന്നപ്പേക്ക് ഓടാൻ വയ്യ തരിച്ചിട്ട്. ഞാൻ അവിടെ ഇരുന്ന് നിരങ്ങിയിട്ട് വേഗം കുട്ടികളടുത്ത് ചെല്ലുമ്പോഴത്തേനും കുട്ടികളൊക്കെ ഓടി വന്നു. അവരും അവിടെ ആകെ തീയാണ് അകത്ത്. ആ ഷോക്കിൽ അവരും ഇരിക്കുകയായിരുന്നു. പിന്നെ വന്നപ്പോ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് തരിച്ചങ്ങോട്ട് കയറി. പിന്നെ ആശുപത്രി കൊണ്ടുപോയി മോഡൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ECG എടുത്തു. ഓക്സിജൻ ഒക്കെ നോർമലാ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ തലച്ചീറ്റുണ്ട്, ഛർദികളുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തു. ഇനി ENT ഫിസിഷ്യനൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡും മെയിൻ സ്വിച്ച് ഒക്കെ പൊട്ടിത്തെറിച്ചു. അശ്വതിയുടെ വീടിനോട് ചേർന്ന 2 വീടുകളിലെ ടിവിയും മറ്റൊരു വീട്ടിലെ റെഫ്രിജറേറ്ററും കത്തിനശിച്ചു. കൂടാതെ തൊട്ടടുത്തുള്ള മസ്ജിദ് സ്വഹാബ പള്ളിയിലെ വൈദ്യുതോപകരണങ്ങളും ഇടിമിന്നലിൽ കത്തിനശിച്ചു. വിവിധ വീടുകളിലെ ഫാനുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. മിന്നലും ആ ഇടിയും കൂടി ഒരുമിച്ച് ഇറങ്ങിയായിരുന്നേ, നല്ല പൊട്ടലാണ് പൊട്ടി. എന്നിട്ട് കൊടുക്കുമ്പോൾ മോട്ടറിന്റെ വയറൊക്കെ അങ്ങോട്ട് പോയിട്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ ഇതിൽക്കണ്ട് വന്ന് കയറിയാവുന്നു. അങ്ങോട്ട് പടച്ച് അതുപോലെ വയറ് മുഴുവൻ കത്തി. അതുപോലത്തെ ടാർപ്പായി നിന്ന് കത്താണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊടടക്കം ഇവിടുത്തെ ഉള്ളതൊക്കെ കത്തിപ്പോയി. അങ്ങനെ മെയിൻ സ്വിച്ച് ബോർഡുകളൊക്കെ അടിച്ച് തെറിച്ച്. എന്തായാലും ഭാഗ്യത്തിന് അത്രയും പറ്റുള്ളൂ. വേറെ വീടുകൾക്ക് എന്താ വെച്ചെങ്കിൽ പിന്നെ സാധനങ്ങൾ എക്യുപ്മെൻസുകളൊക്കെ കിടന്നിട്ടുണ്ട്. ഇടവേള. ഫൈസൽ ഭായ്, ഞാൻ നിങ്ങളുടെ എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് വീഡിയോസും കാണാറുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ചോദിക്കണമെന്ന് കരുതിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ വീടിനും ഒരു തീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട് മനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ഇന്റീരിയറിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ ഐഫ തന്നെയല്ലേ? ഐഫ മാത്രമല്ല, കേരളത്തിൽ ഫർണിച്ചർ ഇന്റീരിയർ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. ഐഫ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഐഫ ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. നവംബർ 3, 4, 5, 6 തീയതികളിലായി വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ നിർവഹിച്ചു. ക്ഷണിക്കപ്പെട്ട 12ഓളം ലോഗോയിൽ നിന്നും വട്ടേനാട് സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളായ M. വേദജ, M. മേധജ എന്നിവർ തയ്യാറാക്കിയ ലോഗോ തെരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ AO പ്രസാദ് മാസ്റ്റർ, BPC ദേവരാജൻ, PTA പ്രസിഡന്റ് M. പ്രദീപ്, SMC ചെയർമാൻ സിദ്ദിഖ്, പ്രിൻസിപ്പൽ അഞ്ജന, പ്രധാനാധ്യാപകൻ ശിവകുമാർ, വൈസ് പ്രിൻസിപ്പൽ JC ആന്റണി, MPTA പ്രസിഡന്റ് സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു.